ബിജു രമേശും SP സുകേശനും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് നൽകിയ CD പുറത്ത്. 4 മന്ത്രിമാരുടെ പേരുകൾ മാധ്യമങ്ങളോട് പറയാൻ SP പറഞ്ഞെന്ന് CDയിൽ ബിജു വ്യക്തമാക്കുന്നു. സുകേശൻ സർക്കാരിനെതിരാണ്. 418 ബാറുകൾ തുറന്നു നൽകാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പു നൽകിയെന്നും ശബ്ദരേഖയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നു. ബിജു രമേശും SP സുകേശനും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണം ശുപാർശ ചെയ്ത വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി സർക്കാരിന് നൽകിയ CD-യാണ് പുറത്തു വന്നിരിക്കുന്നത്. 4 മന്ത്രിമാരുടെ പേരുകൾ കൂടി മാധ്യമങ്ങളോട് പറയാൻ SP പറഞ്ഞതായി ശബ്ദരേഖയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നു. എന്നെ കിടന്ന് വിളിക്കുന്നുണ്ട്, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ബിജു ഏതെങ്കിലും ഒരു അലക്കളിക്ക് ഞാൻ ചോദിച്ചാൽ എന്ത് പറയട്ടെ, അപ്പോഴാ പറഞ്ഞ 4 കൂടെ ഉണ്ടെന്ന് പറഞ്ഞതാണ്. 418 ബാറുകൾ തുറന്നു നൽകാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. 412 തുറക്കാൻ ബാറ് തുറന്നു തരുമെന്ന് VSO ഉറപ്പ് വാങ്ങിക്കാമെങ്കിൽ നമുക്ക് ഇവരെ കൂടെ സഹായിക്കാം. പോലീസ് താഴെ ഇടാമോ? ഒരു ഓപ്ഷൻ ചോദിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ പല വഴി ചിന്തിക്കണമല്ലോ. ഒറ്റ ട്രാക്ക് മാത്രമല്ല, പല ഘട്ടങ്ങൾ. 418 തുറന്നു തരാമെന്ന് കോടിയേരിയും ബാക്കിയുള്ളവരൊക്കെ തുറന്നു തരാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് കാര്യം കോടിയേരി പറഞ്ഞാൽ ചില VS പറ്റൂല എന്ന് പറഞ്ഞാലോ. അവർ കൊടിയേരി പിണറായിട്ട് സംസാരിച്ചു എന്ന് അവർ പറയണത്. ബാർ ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയെ പ്രതിയാക്കുമെന്ന് പറഞ്ഞതായി SP അറിയിച്ചിട്ടുണ്ട്. അവർ DYSP പറഞ്ഞ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ട് പേരാണ് കേസ് ഉണ്ണിയുടെ ഞങ്ങൾ പ്രതിയാക്കി തട്ടിയാത്താൻ. വിജിലൻസിനോട് 2 തവണ മൊഴിമാറ്റിയ യമഹ സുരേന്ദ്രനും ചിലപ്പോൾ കേസിൽ പ്രതിയാകുമെന്നാണ് സൂചന. ഈ ഓസ്ട്രേലിയാവുന്നതിന് ചിലപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. യമഹ സുരേന്ദ്രൻ എടുത്തിട്ട് വായിച്ച് പറഞ്ഞ് യമഹ മിക്കാൻ പ്രതിയായിട്ട് ഞങ്ങൾ കയറ്റുവന്നു. അതിൽ യമഹ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട്. മുമ്പയുടെ മൊഴിയുടെ കോൺട്രഡിക്ഷനും വൈരുദ്ധ്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. തന്റെ ഡ്രൈവർ അമ്പിളിയുടെ കൈവശം പണം നൽകിയ കാര്യം വ്യക്തമായിട്ടും യമഹ സുരേന്ദ്രൻ വിജിലൻസിനോട് 2 തവണ മൊഴിമാറ്റിയിട്ടുണ്ടെന്ന് CD-യിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നു. ഇതിന്റെ ടവർ ലൊക്കേഷൻ വിജിലൻസ് എടുത്തിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യമഹ സുരേന്ദ്രൻ ചിലപ്പോൾ പ്രതിയാവുകയെന്നും ശബ്ദരേഖയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.